അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ചോറ്, ചപ്പാത്തി, പത്തിരി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റണ ഒരു ചിക്കൻ റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കണത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട്, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണുണ്ട്, 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഈ ചിക്കൻ മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ 2-3 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ വഴറ്റി കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. സവാള നല്ല കനം കുറച്ചാണ് കേട്ടോ അരിഞ്ഞേക്കണത്. അപ്പോഴേ പിന്നെ അത് ഒരു 3 മീഡിയം ആണെങ്കിൽ ഒരു 3, വലുതാണെങ്കിൽ 2 സവാള അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. സവാള നന്നായിട്ട് വഴന്ന് വരണം. ഒരു ബ്രൗൺ ആകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാതെ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നുകൊണ്ടതിന് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഈ പൊടിയുടെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് ചെറുതീയിൽ വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ അടിക്ക് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഞാൻ ചിക്കൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ചേർക്കുന്ന സമയം ഇപ്പോൾ എൻ്റെ ക്യാമറ തനിയെ ഓഫായി പോയി. അത് കഴിഞ്ഞ് ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിൽ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം ആ ചെറു തീയിലിട്ടിട്ട് ഇത് ചിക്കൻ നന്നായിട്ട് ഇതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. തക്കാളി അരിഞ്ഞത് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ചെറിയൊരു തീയിലിട്ട് ആ ചിക്കനിൽ മസാലയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി. അത് വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, വെള്ളം ആകുന്നത് വരെ. ഇപ്പോൾ ദാണ്ട് വെള്ളം വന്നു തുടങ്ങി ചെറുതായിട്ട്. ഇനി ഒന്നുകൂടി മൂടി വെച്ചിടുമ്പോഴേക്കും നമുക്ക് ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതൊരു ഏകദേശം ഒരു 20 മിനിറ്റാണ് കേട്ടോ മൊത്തം ഈ വയ്ക്കുന്നത്. അപ്പോൾ ഒരു ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിക്ക് പിടിക്കാതെ. കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ഈ വെള്ളം എല്ലാം വറ്റി ഇത് റോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഉപ്പ് ഞാനിപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. ചിലർക്ക് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ആർക്കും ഉണ്ടാക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ.